മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ജയരാജ്. മമ്മൂട്ടിയെ നായകനാക്കി 1992-ൽ അദ്ദേഹം സംവിധാനം ചെയ്ത 'ജോണി വാക്കർ' എന്ന സിനിമയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ വിജയം നേടാതിരുന്ന സിനിമ പിന്നീടുള്ള വർഷങ്ങളിലാണ് പലരുടെയും പ്രിയ ചിത്രമായി മാറിയത്. സിനിമയിലെ വില്ലൻ വേഷം ശ്രദ്ധ നേടിയിരുന്നു. ഒരു പബ്ബിൽ നിന്നാണ് ഈ കഥാപാത്രം ചെയ്ത നടനെ കണ്ടെത്തി എന്ന് പറയുകയാണ് സംവിധായകൻ. ജയരാജ് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ജോണി പാർക്കിലെ കമൽ ഗോവിർ അല്ലെങ്കിൽ സാമി എന്ന വില്ലൻ കഥാപാത്രം ആളുകളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ആളുകൾ എന്നോട് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 1990-ൽ ഇറങ്ങിയ സിനിമയാണ് അത് എന്ന് ഓർക്കണം. 89, 90 കാലഘട്ടങ്ങളിലാണ് ജോണി വാക്കർ ഞാൻ ചിത്രീകരിക്കുന്നത്. ബാംഗ്ലൂരിന്റെ പശ്ചാത്തലത്തിലാണ് കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. ഇന്നത്തെ പോലെ തന്നെ ലഹരി മരുന്നുകളുടെ ഇൻഫ്ലുവൻസ് ക്യാമ്പസുകൾ ഉള്ള കാലമാണിത്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് പുരുഷമുള്ളെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പസ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഡ്രഗ് കാരിയേഴ്സിന്റെ ഒക്കെ രൂപം വില്ലൻ കഥാപാത്രത്തിൽ ഉണ്ടാകണം എന്നുണ്ടായിരുന്നു എനിക്ക്. തിരക്കഥ എഴുതുന്നതിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂരെ ഒരു ലൊക്കേഷൻ കാണാൻ പോയി. ഞാനും തിരക്കഥാകൃത്ത് രഞ്ജിത്തും ആക്ടിംഗ് ആഗസ്റ്റിനും കൂടിയാണ് പോയത്. ഞങ്ങൾ അവിടെ പല പല പബ്ബുകളിൽ ആദ്യം പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് അന്ന് ഇന്നും വൈബ്രന്റ് ഫീൽ എന്ന് പറയുന്നത് പബ്ബുകളാണ്. അന്ന് 89ൽ പോലും 365 പബ്ബുകൾ ബാംഗ്ലൂരിൽ ഉണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ ബ്ലാക്ക് കാഡിലാക്കാണ് പബ് വേൾഡ് തുടങ്ങിയിരിക്കുന്നത്. ഓരോ പബ്ബും ഡിഫറൻ്റ് ആണ്. ഒന്നൊരു മെക്സിക്കൻ സ്റ്റൈൽ ആണെങ്കിൽ മറ്റൊന്ന് ഇറ്റാലിയൻ കാൽഡായിരിക്കും. പബ് വേൾഡാണ് ഞങ്ങൾ പോയത്. സിനിമയും കഥയും അതിൻ്റെ ആംബിയൻസിൻ്റെ കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി ഒരാൾ വളരെ വേഗത്തിൽ ഇറങ്ങി നടന്നു പോകുന്നത് ഞാൻ കാണുന്നത്. ഓരോ ടേബിളും പോയി പുള്ളിയുടെ സുഹൃത്തുക്കൾ കണ്ട് സംസാരിക്കുക. മുടി വളർത്തിയ ഒരാൾ. അന്ന് മുടി വളർത്തിയ ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില്ലൻ അല്ലെങ്കിൽ സാമിയുടെ കഥാപാത്രം ചെയ്യാൻ ഇയാള് നന്നായിരിക്കില്ലേ എന്ന് ഞാൻ രഞ്ജിത്തിനോട് ചോദിച്ചു. രഞ്ജിത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അയാളെ വിളിച്ചു. ഞങ്ങളുടെ മനസ്സിൽ സാമിയാണ് അടുത്തേക്ക് വരുന്നത്. പേര് എന്താണെന്ന് ചോദിച്ചു. കമൽ ഗോവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജസ്ഥാൻകാരനാണ്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണെന്ന് പറഞ്ഞു. മോഡലിംഗും എല്ലാമുണ്ട്. പക്ഷേ പുള്ളി ആഗ്രഹിക്കുന്ന അഭിനയമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. 1, 2 ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. മുടിയൊന്ന് ബാക്കിലോട്ടാക്കുമോ എന്ന് ചോദിച്ചു. മുടി മുഴുവൻ പിന്നിലേക്ക് മാറിയപ്പോൾ കറക്റ്റ് നമ്മൾ കാണുന്ന സാമിയായി. ആ സിനിമ കാണുമ്പോൾ അറിയാം കാതിൽ ഒരു പ്രത്യേകതരം കമ്മലുണ്ട്. ഇന്നും അത് ഫാഷനാണ്. ഒരു മുടിയും കീറിയ ജീൻസും ആയപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു ഇത് തന്നെ ഞങ്ങൾ സാമി എന്ന് ജയരാജ് പറഞ്ഞു.